അപ്പോൾ ഇന്ന് ഞാൻ വാക്സിൻ എടുത്തു. ഇത് ഇവിടെയാണ് കേട്ടോ വാക്സിൻ എടുത്തത്. അപ്പോൾ എനിക്ക് പണ്ടോട്ട് ഇഞ്ചക്ഷൻ കൊണ്ട് സിസ്റ്റർ വരുമ്പോഴേ ഞാൻ കരയാൻ തുടങ്ങി. എനിക്ക് പെയിനുണ്ട് അല്ലേ, എനിക്ക് എന്തോ ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇന്ന് അവിടെ ചെന്നപ്പോൾ കരയില്ല. അമ്മ പറഞ്ഞിട്ട് നീ ചെന്ന് കരയില്ലേ, അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, സിസ്റ്റേഴ്സിന് ദേഷ്യം വരും, നീ കരയില്ലെന്ന് പറഞ്ഞു. ഇല്ല കരയില്ല എന്ന് പറഞ്ഞ് പോയേ. മാസ്ക് ഉണ്ടല്ലോ, അപ്പോൾ ഇത് ചെയ്ത് അവിടെ ഒരു ചേന കുത്തി വയ്ക്കുന്നത് കണ്ടപ്പോഴേ പോയി. ഞാൻ അവിടെ ചെന്ന് ഇരുന്നപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകുകയാണ്. എന്നിട്ട് അച്ഛൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത്, എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ്. പക്ഷെ ഞാൻ ഇങ്ങനെ പിടിച്ചിരുന്ന പറഞ്ഞ് ബലം പ്രയോഗിക്കില്ല. അപ്പോഴാണ് വേദന. ഞാൻ ന്യൂസാക്കിയിട്ട് ഇപ്പോൾ വേദന എടുക്കുമെന്ന് പറഞ്ഞതും കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്കും കഴിഞ്ഞ് പൊയ്ക്കോളാൻ പറഞ്ഞു. എടുത്തായിരുന്നോ വെച്ചാൽ ഒന്നും അറിയത്തില്ല, ജസ്റ്റ് ഒന്നും അറിയത്തില്ല, കുത്തിയതോ എടുത്തതോ പോകുന്നതോ ഒന്നും അറിയില്ല. ഞാൻ ചോദിച്ചേ എടുത്തില്ലേ, തിരിച്ചു വന്നു. എന്നാലും കണ്ണി വെള്ളമൊക്കെ വന്നു, സൂചി കുത്തോ എന്നുള്ള പേടി. പക്ഷെ വീട്ടിൽ വന്ന് ഗുളിക തന്നായിരുന്നു, 1/2 മണിക്കൂർ അവിടെ ഇരുത്തിച്ചിട്ട് പാരസെറ്റാമോൾ വന്നു. വീട്ടിൽ വന്നിട്ട് ഞാൻ കഴിച്ചില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല, കുത്തിയത് ഞാൻ അറിഞ്ഞില്ല, എനിക്കൊരു കുഴപ്പമില്ല. എന്നാലും ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ചൊന്ന് അഭിനയിച്ച് കെയർ കിട്ടാൻ വേണ്ടി. നമ്മൾ ഈ പനിയെന്നൊക്കെ പറയുമ്പോൾ അയ്യോ എല്ലാ അമ്മയും അച്ഛനൊക്കെ വന്ന് നോക്കുന്നു, അങ്ങനെ കെയർ കിട്ടും. എന്ത് ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ജസ്റ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കിടന്നപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര വേദന. കിടന്നിട്ട് എനിക്ക് തിരിയാനോ തിരിഞ്ഞു കിടക്കാനോ ഒന്നും എപ്പോഴും ഈ ഒരു സൈഡ് ഭയങ്കര വേദന. ഇപ്പോഴും ഗുളിക കഴിച്ചില്ല, ഇനി പോയി ഗുളിക കഴിക്കണം. പിന്നെ കുറച്ച് ചൂടൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ചായക്ക് ഇട്ട് കുടിച്ചപ്പോൾ അത് പോയി. ഞാൻ cowin.government.in എന്ന് പറഞ്ഞൊരു ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്ത് അവർ ഷെഡ്യൂൾ തന്നു, ടൈം തന്നു. ഇന്നലെ രജിസ്റ്റർ ചെയ്തു. ഇന്ന് രാവിലെ 9-നും 10-നും ഇടയ്ക്ക് ജനറൽ ഹോസ്പിറ്റലിൽ പോയി എടുത്തു. അപ്പോൾ അതങ്ങനെയായിരുന്നു. അതാണ് ഇന്ന് ഞാൻ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. നാളെ സ്കൂളുണ്ട്, ഒരുപാട് കാര്യം ചെയ്യാണ്ട്, എനിക്ക് റെക്കോർഡും ഒക്കെ എഴുതാണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു രാത്രി ഇല്ല, മാറ്റി വെച്ചു. അമ്മേരെ നിന്നൊക്കെ അപ്രൂവൽ കിട്ടിയത് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നിങ്ങളടുത്ത് ഞാൻ എപ്പോഴും ലൂപ്പാന്നൊക്കെ മിക്ക വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നും. അപ്പം ലൂപ്പായി കൂടാതെ 2 ആൾക്കാരും കൂടെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അവരെ എടുത്തോണ്ട് വരാം. അപ്പം ഇതാണ് നമ്മളെ വീട്ടിലെ ഫസ്റ്റ് ആയിട്ട്. നോക്ക്. അപ്പോൾ ഇവളെന്ന് പറഞ്ഞാൽ ലൂപ്പ. എനിക്ക് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്നാലും ഒന്നുകൂടെ പറയാം. ഇവളിപ്പോൾ വലുതായി. ഇവളെ ഫസ്റ്റ് ഫോട്ടോ ഞാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അവള്. അതായത് ലൂപ്പ അൺഎക്സ്പെക്റ്റഡ്ലി വന്നേനെ. എൻ്റെ ബർത്ത്ഡേ എനിക്കിപ്പോഴും ഓർമ്മ. എൻ്റെ ബർത്ത്ഡേ ജൂലൈ 4 കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മയാണെങ്കിൽ ഓടുന്നത് ഒരു കുഞ്ഞു പൂച്ച, അവിടെ വേറെ പൂച്ചകളൊക്കെ കടിച്ചു കയറുന്നു, പാവം പൂച്ച എന്ന് പറഞ്ഞാൽ അമ്മ അങ്ങ് പോയി. അപ്പം എനിക്കാണെങ്കിൽ വെപ്രാണ്, എനിക്ക് ക്ലാസ്സില്ല. ഞാൻ ക്ലാസ് കട്ട് ചെയ്തിട്ട് പോയി നോക്കിയപ്പോഴത്തേക്കും ഒരു കുഞ്ഞു പൂച്ച ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാൻ താഴത്തെ ഇതിൽ പോയിട്ട് ഇങ്ങനെ ആക്കിയപ്പോഴത്തേക്കും അത് ഉടനെ വന്നു. പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ വളർത്തി. അപ്പോഴത്തേക്കും ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് എന്തോ വൈറസ് എന്തോ കേട്ടിട്ട് ലൂസ് മോഷനും ഭയങ്കര സീനായി. അപ്പോഴത്തേക്കും അവിടെ ആശുപത്രി കൊണ്ടുപോയപ്പോൾ അവർ അറ്റാക്ക് വരും, ഇതെന്തോ ഒരു വൈറസാണ് അങ്ങനെയൊക്കെ പറയും. എനിക്ക് പേടിയായി. പിന്നെ ഞാനാണെങ്കിൽ ഭയങ്കര ഇമോഷണലി അറ്റാച്ച്ഡ് ആയിപ്പോൾ. എനിക്ക് അനിമൽസ് എന്ന് പറഞ്ഞാൽ പണ്ടേ ഇഷ്ടമുള്ളൂ. അപ്പോഴത്തേക്കും PMG കൊണ്ടുപോയിരുന്നിട്ട് ഞാൻ കരനായിട്ട് അമ്മ പറഞ്ഞ് കൊണ്ടുപോകാൻ വേണ്ടി PMG കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞ് എന്തോ വൈറസാണ്. ടെസ്റ്റൊക്കെ ചെയ്ത് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് പറഞ്ഞ് 4 ദിവസം ട്രിപ്പും 2 ഇഞ്ചക്ഷനും ഇടും. മുതുവത്തും കാലിലുമായിട്ട് 2 ഇഞ്ചക്ഷന് 4 ദിവസം ട്രിപ്പും. ഡെയിലി ഞാൻ രാവിലെ ഇറങ്ങുന്നു, ഇവളെയും കൊണ്ട് അവിടെ പോകുന്നു, തിരിച്ചു വരുന്നു, ഡെയിലി രാവിലെ. അങ്ങനെ 4 ദിവസം അങ്ങനെ പോയിട്ട് പിന്നെ ക്യാറ്റ് ഫുഡ് മാത്രമേ കൊടുക്കാവുള്ളൂ. ക്യാറ്റ് ഫുഡ് മാത്രമേ കൊടുത്തുള്ളൂ. അതായത് അവൾക്ക് മീൻ, ഫിഷ് അവൾക്ക് ഒട്ടും പിടിക്കത്തില്ല, പാല് കൊടുക്കാൻ പറ്റത്തില്ല, വേറൊന്നും അവൾ കഴിക്കില്ല, ചോറ് അങ്ങനത്തെ ഒന്നും കഴിക്കൂല. അങ്ങനെ പിന്നെ നമ്മൾ പേടിച്ചിട്ട്, കാര്യം വേറെ എന്ത് കൊടുത്താലും ലൂസ് മോഷൻ തുടങ്ങും, അപ്പോൾ വീണ്ടും തുടങ്ങുമെന്ന് പേടിച്ചിട്ട് നമ്മൾ ക്യാറ്റ് ഫുഡ് കൊടുത്തു. ഡോക്ടർ പറഞ്ഞു ക്യാറ്റ് ഫുഡ് കൊടുത്താൽ മതി, കാര്യം വേറെ എന്തും അവൾക്ക് എന്താ പറയുക, അവൾക്ക് പിടിക്കുന്നില്ല വയറിന്. അങ്ങനെ തന്നെ നമ്മൾ ക്യാറ്റ് ഫുഡ് കൊടുത്തു തുടങ്ങി. പക്ഷെ എനിക്ക് തോന്നുന്നു കുറേ നാൾ ക്യാറ്റ് ഫുഡ് കൊടുത്തു. ഇപ്പോൾ ഇതാ 2ാമത്തെ ബ്ലാക്ക് വന്നത് വരെ ക്യാറ്റ് ഫുഡായിരുന്നു. പിന്നെ നമ്മൾ നിർത്തിച്ചതാണ്. ക്യാറ്റ് ഫുഡ് അധികം നല്ലതല്ലാന്ന് പറഞ്ഞിട്ടാണ്. നാടൻ പൂച്ചയൊക്കെയാണ്, പക്ഷെ ഭയങ്കര ജാടയാണ് അവൾക്ക്. അല്ല ഇപ്പം ഇത്രയും വലുതായി. ഇപ്പം എനിക്ക് തോന്നുന്നത് ഏകദേശം 1 വർഷം ആവാറേ. എൻ്റെ ബർത്ത്ഡേ ജൂലൈ 4 ടൈമിലാണ് ഇവളെ കിട്ടിയത്. അപ്പോൾ എനിക്ക് എൻ്റെ ബർത്ത്ഡേ ആകുമ്പോൾ ഇവളുടെയും ബർത്ത്ഡേ ആണ്. അങ്ങനെ ഇരിക്കെ ഇവളിങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ വിളച്ച് നമ്മുടെ എല്ലാം കൺമണിയായിട്ട് നടന്നപ്പോഴാണ് 2ാമത്തെ അവൻ്റെ വരവ് ബ്ലാക്കി. അവൻ പക്ഷെ ഒരാണാണ് കേട്ടോ. അവനെ പറഞ്ഞിട്ട് അവനെ കാണിക്കാം. അവൻ ആക്ച്വലി അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പൂച്ചയായിരുന്നു. അപ്പം അച്ഛൻ ഒരു ദിവസം വന്നിട്ട് അച്ഛന്
എൻ്റെ വീട്ടിൽ എല്ലാവർക്കും മൃഗങ്ങൾ ഇഷ്ടമാണ്, അതുകൊണ്ട് വേറെ കുഴപ്പമില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞ് സോക്സ് ഇട്ട പോലത്തെ പൂച്ച, കാലിൽ മാത്രമേ വെള്ളയുള്ളൂ, നല്ല ഭംഗിയുള്ള പൂച്ച, കൊച്ചു പൂച്ച. അപ്പം അവിടെ വേറെ പൂച്ച, കുറച്ച് പൂച്ചകളുണ്ടായിരുന്നു. അപ്പം പട്ടി എന്തോ കടിക്കുന്നപ്പോൾ ഈ ഒരു പൂച്ച എവിടെയെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു വേണ്ട, ഇപ്പോൾ ലൂപ്പയുണ്ട്, ഇനി എന്തിനാണ് വേറെ പൂച്ച. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് എനിക്ക് എത്ര കിട്ടിയാലും കുഴപ്പമില്ല എന്നാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ എന്താ ഒരു കൂടൊക്കെ ആയിട്ട് ഇവനെയും കൊണ്ടുവരുന്നത്. അവൻ വന്നപ്പോൾ എനിക്ക് തോന്നുന്നൊരു 4 മാസം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പം ഇവൻ പാവമാണ് കേട്ടോ. ആദ്യമൊക്കെ ഒത്തിരി കുറച്ച് മാന്തലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ മിങ്കിളായി, പാവമാണ്. അപ്പം ലൂപ്പയെന്ന് വെച്ചാൽ ഭയങ്കര സെൻസിറ്റീവാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമല്ലോ, പക്ഷെ ഒരു പൂച്ച ഉള്ള ഒരാളടുത്ത് ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇപ്പം ഞാൻ പറയും ലൂപ്പ സെൻസിറ്റീവാണ്, ലൂപ്പ പിണങ്ങിയിരുന്നൊക്കെ പറയുമ്പോൾ ഒരു പൂച്ചയല്ല, എങ്ങനെ അങ്ങനെ ഇതൊക്കെ ചെയ്യുന്നു. പക്ഷെ സീരിയസ്ലി വന്ന് ആദ്യം കണ്ടപ്പോഴും ഇവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒരു 3 ദിവസം ഇവള് സൺഷെയ്ഡിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടില്ല. 3 ദിവസം വന്നിട്ടില്ല. കഴിക്കാനടുത്ത് വരും, കഴിക്കണമല്ലോ. പക്ഷെ എന്നിട്ട് ഓടിപ്പോ നമ്മൾ അവളെ കണ്ടിട്ടേ ഇല്ല. നമ്മൾ എടുക്കാൻ ചെന്ന അവൾക്ക് ഭയങ്കര ദേഷ്യവും. ഒരു 4-5 ദിവസം ആയപ്പോഴത്തേക്കും ഇവൾക്ക് ഉറങ്ങണമല്ലോ. അപ്പോൾ രാത്രി ആകുമ്പം അകത്ത് വരും, കിടന്ന് ഉറങ്ങാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് ഇവനെ പിടിച്ച് ഇവൾ അടുത്തിടും. ഇവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇട്ടിട്ട് ഇപ്പോൾ ഭയങ്കര സ്നേഹമായി. അവനെ കാണിച്ചു തരാം. പിന്നെ ഇവരെ ഞാൻ കുളിപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് ലൂപ്പ വന്നപ്പോഴും കുളിപ്പിച്ചു, അതായത് എണ്ണ തേച്ച് നല്ലെണ്ണ തേച്ച് ചീകി സോപ്പിട്ട് കുളിപ്പിക്കും. ബ്ലാക്കിക്ക് പിന്നെ കുളിപ്പിക്കണ കുഴപ്പമില്ല, പക്ഷെ ലൂപ്പയ്ക്ക് ഭയങ്കര പ്രശ്നം, ഇത് വെയിലത്ത് കൊണ്ട് നിർത്തും. പിന്നെന്തോ പറയാനുള്ള, പിന്നെ ബ്ലാക്കി വന്നതിന് ശേഷം നോർമൽ ഫുഡൊക്കെ ആയി, രണ്ടുപേരും ഓക്കെ ആയി. പിന്നെ കൂട്ടിലൊന്നും കിടക്കൂല, രണ്ടും എൻ്റെ അടുത്താണ് കിടന്നിരുന്നത്. ഇപ്പം വെളിയിലാക്കിയതില്ല. ഇപ്പം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കും, ചിലപ്പോൾ അമ്മേൻ്റെ അടുത്ത് കിടക്കും. അങ്ങനെ അപ്പം ബ്ലാക്കി കാണിച്ചു തരും. ബ്ലാക്കി ഇപ്പം കാണിച്ചത് ഇവിടെ ഒന്ന് നിൽക്കും. ഇവൻ പാവം. ഇവൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ കണ്ണെപ്പോഴും നോക്കിക്കോണേ ഇങ്ങനെ ഇരിക്കും. ഇപ്പം രാത്രിയൊക്കെ വന്ന് നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പേടിയോ നോക്കിക്കോ, എടാ കണ്ണങ്ങനെ നോക്ക്, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കുള്ളൂ എപ്പോഴും. നമ്മൾ പണ്ടടിക്കും എൻ്റെ കണ്ടെന്ന് ഇങ്ങനെ, പക്ഷെ കണ്ണ് കണ്ടുകൂടാ. കണ്ണ് വെച്ചാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഫുഡ് കൊടുത്താൽ ഇങ്ങനെ വരുന്നു, കണ്ണ് കണ്ടുകൂടെ, ഓർമ്മശക്തിയില്ല. ഇപ്പം ഞാൻ നല്ല തല്ല് കൊടുക്കുകയെന്ന് വെച്ചോ, ലൂപ്പയാണെങ്കിൽ തല്ല് കൊടുത്താൽ പിന്നെ നമ്മളടുത്ത് വരില്ല, ഭയങ്കര വിഷമമൊക്കെയാണ്. നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞൊക്കെ വരുള്ളൂ. പക്ഷെ ഇപ്പം എന്തെങ്കിലും കടിക്കുക ചെയ്ത് തല്ല് കൊടുത്താൽ ഒരു 2 മിനിറ്റ് ഇവ മറക്കും, വീണ്ടും വരും. ഇവന് അങ്ങനെ ഒരു ഇതൊന്നുമില്ല, അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും, ഒരു സ്നേഹം അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ നടക്കും, നമ്മൾ ഇട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. ആരുമായിട്ട് മിങ്കിളോ. ഇപ്പം മെലിഞ്ഞു പോയി, മറ്റേ 3ാമതൊരുത്തം വന്നില്ലേ. അപ്പം സൂമ്പ ഇവന് സൂമ്പാന്ന് ഞാൻ ഇട്ട പേര് ബ്ലാക്കിന്ന് ഇവിടെ എല്ലാവരും വിളിക്കും. എൻ്റെ പേരിനൊരു വിലയില്ലാത്തതുകൊണ്ട് ഇവരെല്ലാവരും തോന്നിയുള്ള വിളിക്കും, ഞാൻ ഇവനെ സൂമ്പാന്ന് വിളിക്കും. അപ്പം 3ാമത് ഒരു പട്ടി, അതായത് അമ്മയുടെ പ്രിയാൻറ്റിയുടെ നാത്തൂൻ്റെ വീട്ടിലെ പട്ടി. അപ്പം അവിടെ പട്ടി പ്രസവിച്ചു. അപ്പം ആൻറ്റി ഇങ്ങനെ നല്ല പട്ടിയുണ്ട്, വേണമെന്ന് ചോദിച്ചു. അപ്പം അമ്മ പറഞ്ഞു എനിക്ക് ഒന്നിനെ വേണം. അവിടെ 5-6 പട്ടികളുണ്ട്. അപ്പം എൻ്റെ അകത്ത് ഏറ്റവും നല്ലത് നോക്കി വെച്ചിട്ടുണ്ട്, വരാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ബ്രദറിന് പട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ബ്രദറും പ്രിയാൻറ്റിയുടെ മോനും കൂടെ ചേർന്ന് പട്ടി എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഇവൻ ആദ്യം വന്നോണ്ട് ഒരൊറ്റ തല്ല് കൊടുത്ത് ഇവിടെ. പക്ഷെ എന്നാലും ഇവൻ കമ്പനി ആയിട്ടോ. ലൂപ്പയ്ക്ക് എപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ലൂപ്പ വരുന്നു പോകുന്നു, വരുമ്പോഴും മുറുക്കലും ഒരു നോട്ടവും നമ്മളൊരു നോട്ടവും. പിന്നെ 2 ദിവസം ആസ് യൂഷ്വൽ സൺഷെയ്ഡിൽ കയറി ഒളിച്ചിരുന്നു. ഇപ്പോഴും അവൾ അങ്ങനെ മിങ്കിളാവില്ല, പക്ഷെ ഇവൻ ഭയങ്കര മിങ്കിളാണ്. അപ്പം മറ്റവനെന്ന് വെച്ചാൽ ഇവനെന്ന് പറഞ്ഞാൽ ജീവനാണ്. എപ്പോഴും ഇവനെ കണ്ടാലും വാലാട്ടി പോയി എപ്പോഴും ഇവൻ്റെ പുറത്ത് കയറി ഇങ്ങനെ ഇരിക്കും. അപ്പം അവ ഇങ്ങനെ ഇരുന്ന് ദൈവം പാതിയായി. എടാ വിറ ഇവൻ പാതിയായി അല്ലേ ചക്കരി, പാതി. അപ്പം അങ്ങനെയാണ്. പിന്നെ 3ാമത്തെ കാണി, 3ാമത്തെ എനിക്ക് 45 ദിവസം ഉള്ളപ്പോഴാണ് വന്നത്. ഇപ്പോൾ ഒരു 50 ദിവസമായി കാണും. അവൻ കോമഡിയാണ് കേട്ടോ, കുണിയാണ് നടക്കുന്നത്. അതായത് കുറെ കഴിക്കുക, അപ്പൊ വയറ് ഇത്രയുണ്ട്, കാലിന് വയറ് താങ്ങാനുള്ള ശേഷിയില്ല. അപ്പൊ കുണിങ്ങി വരുന്നു, ഭയങ്കര കെയർലെസ് ആണ്. ഇങ്ങനെ മതിൽ ഇതാണ്, ഇങ്ങനെ വന്ന് ഇടിക്കുന്നു, ഇങ്ങനെ മറിഞ്ഞു പോകുന്നു. അവന് ഒരു ചിന്തയില്ല, അവനിങ്ങനെ നടക്കണം. പക്ഷെ നമ്മൾ പൂച്ച എന്നൊക്കെ പറയുമ്പോൾ പൂച്ചകൾക്ക് ഇങ്ങനെ സ്നേഹം ഉണ്ടോ എന്ന് അറിഞ്ഞു. നമ്മൾ ഫുഡിനല്ലാതെ അത് അങ്ങനെ നമ്മൾ വന്ന് സ്നേഹിക്കണതോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഫുഡിനൊക്കെ ഭയങ്കര സ്നേഹം. പക്ഷെ പട്ടി എന്ന് പറയുമ്പം ഞാനിപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ട് പോയിട്ട് വരുമ്പോഴേ അവിടുന്നേ വരും, വാല് ആട്ടി വന്ന് 3 റൗണ്ട് ചുറ്റി 4-5 റൗണ്ട് നമ്മൾ മടുപ്പിച്ചൊക്കെ നോക്കിയിട്ട് പിന്നെ പോകും. പട്ടി സ്നേഹം പ്രകടിപ്പിക്കും, നല്ല രസമാണ്.
അപ്പം അവനെ കാണിച്ചാൽ അവൻ ഇത്തിരി കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആണ്. പിന്നെ ഇപ്പം പല്ല് വളർന്നു വരുന്ന സമയത്ത് അവൻ എന്തെങ്കിലും കടിക്കണം, കയ്യിലൊക്കെ വെച്ചാൽ കൈ കടിച്ചുകൊണ്ടിരിക്കും. അതാണ് ഞാൻ അങ്ങനെ എടുക്കൂല പേടിച്ചിട്ട്. അവനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പതാ ബ്ലാക്കിൻ്റെ വർക്ക് എവിടെ ഉണ്ട്, അവനെയും കൂടെ കാണിച്ചു തരാം. തിന്നുക, ഉറങ്ങുക, ഷിറ്റിടുക. തിന്നുക, ഉറങ്ങുക, ഷിറ്റിടുക, നമ്മളെ കാണുക, വാലാട്ടുക, മറ്റൊക്കെ ഒന്ന് കടിക്കുക. ഇത് മാത്രമേ ഇവനുള്ളൂ. ഇവനെ പോലെ ഒരു മടിയനെ ഞാൻ കണ്ടിട്ടില്ല അല്ലേ. പക്ഷെ പാവമാണ് കേട്ടോ, നല്ല രസമാണ്. പക്ഷെ ഇവനെങ്ങും ഇരിക്കണൊന്നും ഇഷ്ടമല്ല. പെട്ടെന്ന് വിടണം, അല്ലെങ്കിൽ ഇപ്പം തന്നെ നക്കാൻ തുടങ്ങും സ്നേഹം കൂടിയിട്ട്. ഇവന്റെ കാര്യം, ഇവൻ അപ്പം ബ്ലാക്കിയുടെ കൂടെന്ന് പറഞ്ഞാൽ വലിയ കൂടാണ്. അച്ഛൻ എന്തുദ്ദേശിച്ചാണ് അത് ഇതാക്കിയെന്ന് എനിക്കറിഞ്ഞില്ല. വലിയ കൂടാണ്, പട്ടിക്കൊക്കെ ഇടാൻ പറ്റിയൊരു കൂടാണ്. അപ്പം ബ്ലാക്കി അതിൻ്റെ അകത്ത് കിടക്കത്തുമില്ല. അപ്പം അത് ചുമ്മാ ഇരിക്കുമായിരുന്നു. അപ്പം അതുകൊണ്ടും കൂടെയാണ് പട്ടിയെ വാങ്ങിച്ചൊരു കൂടുണ്ടല്ലോ ഇടാന്ന് പറഞ്ഞത്. അപ്പം അതുവരെ ബ്ലാക്കിയും ലൂപ്പയൊക്കെ കൂട്ടിലിരിക്കേയില്ലേ. അപ്പം ബ്ലാക്കി ഇവൻ വന്ന് അതിൽ കിടത്തതിന് ശേഷം ബ്ലാക്കിക്ക് ഇപ്പം അത് മതി. സീരിയസ്ലി അതിൻ്റെ വീഡിയോ ഉണ്ടെന്ന് തോന്നുന്നു, ഉണ്ടെങ്കിൽ ഞാൻ ഇടാം. ഇവൻ വന്ന് കിടന്നതിന് ശേഷം ബ്ലാക്കി ചുമ്മാ ഉച്ചയ്ക്കൊക്കെ അതിൽ കയറി കിടക്കുന്നു, അല്ലെങ്കിൽ അതിൽ കയറി കിടക്കുന്നു. അഹങ്കാരമല്ലേ അത്, അഹങ്കാരമല്ലേ. അങ്ങനെ രസവും. ഞാൻ ഇങ്ങനെ വാതോരാതിങ്ങനെ പറയാൻ നമുക്ക് പക്ഷെ ഇതിനെക്കുറിച്ച് ഒരുപാടുണ്ട് പറയാൻ. പിന്നെ ഒരു കാര്യം വെച്ചാൽ അതിനെക്കുറിച്ച് പറയാനുള്ള എന്തായിരുന്നു, ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, ഓർക്കട്ടെ. അപ്പം ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞു വിട്ടോട്ടില്ലെങ്കിൽ എന്നെ അത്രയും കടിച്ചു. മുന്നേ ആകു അതാ നിന്റെ ചേട്ടൻ വന്നിട്ടുണ്ട്, ചെന്നോ, എന്നെ കടിക്കല്ലേ. അപ്പം എൻ്റെ ബ്രദറിൻ്റെ ബർത്ത്ഡേ, അതായത് December 30 നിയോനെ കിട്ടിയത്. ഇപ്പം പേരിട്ടതും എല്ലാം ആകാശമാണ്, നിയോന്ന്. ആകും, ഞാൻ ആകു എന്നാണ് എൻ്റെ ചേട്ടനെ വിളിക്കുന്നത്. അപ്പം ബ്ലാക്കി, ലൂപ്പ, നിയോ, ഇതാണ് ഇവരുടെ കഥ. ചുരുക്കത്തിലൊരു ചെറിയ മൃഗശാല എന്നൊക്കെ പറയാം. പിന്നെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോകുന്നു എൻ്റെ കൊച്ചു സന്തോഷം. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ കഥ. ഇപ്പോൾ വാക്സിൻ എടുത്തത് പറയാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ എടുത്തത്. പക്ഷേ എനിക്ക് ഇവരെ കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കാരണം ഞാൻ ഇവരെ കാണിച്ചു. അപ്പം എല്ലാവർക്കും ബൈ. ലാസ്റ്റായിട്ട് കോവിഡ് ഇപ്പം ഒമിക്രോൺ എന്ന് പറഞ്ഞ് അത് വീണ്ടും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വേറെന്തോ വേരിയൻറ്റ് കോവിഡ് വേരിയൻറ്റ് വന്നെന്ന് പറയുന്നു. അപ്പം എന്തുമായാലും എല്ലാവരും സേഫായിട്ടിരിക്കണം, മാസ്ക് ധരിക്കണം, സാനിറ്റൈസർ ചെയ്യണം. അതെല്ലാം നമുക്ക് പറയാൻ പറ്റും. വീണ്ടും പണ്ടത്തെ പോലെ സ്കൂളൊന്നും അടയ്ക്കില്ലെന്ന് ഹോപ്പ് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. എല്ലാവരും ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.